നമുക്ക് എഡിറ്റോറിയൽ നോക്കാം. നീഡ്ലെസ് നീഡ്ലിംഗ്, ദ ടൈസ് ബിറ്റ്വീൻ ദ ഗവർണർ ആൻഡ് ദ ഗവൺമെൻറ് ഇൻ തമിഴ്നാട് മസ്റ്റ് ബി റീസെറ്റ്. അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്? തമിഴ്നാട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ തമിഴ്നാട് ഗവർണർ RN രവി എന്ന് പറഞ്ഞ ഗവർണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു റിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിലും ഇതുപോലെ നടക്കുന്നുണ്ട്, പഞ്ചാബിലും ഇതുപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഗവർണേഴ്സ് റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറിയിരിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷനലി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റ് മെഷീനറിയിൽ ഇടപെടുന്നത് വാലിഡ് ആണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഒക്കെ ഉയരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ സ്പെസിഫിക് കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ പ്രശ്നമാണ്. തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള പല കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസവും അതുമൂലം ഉണ്ടായ പ്രശ്നങ്ങളുമാണ്. ഇതിലിപ്പോൾ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്താ ഉണ്ടായിരിക്കുന്നത്? പ്രസിഡൻറ്റിന് ഒരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് റൂളിംഗ് പാർട്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ പ്രസൻറ്റേഷൻ ഓഫ് മെമ്മോറാണ്ടം against Tamil Nadu Governor RN Ravi by MPs of the ruling DMK-led Secular Progressive Alliance to President Draupadi Murmu is yet another reflection of the fractured relationship between DMK regime and the governor. അപ്പോൾ ഇതൊരു ഫ്രാക്ചേർഡ് റിലേഷൻഷിപ്പാണ് എന്ന് പറയുന്നത്, ഏത് ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള ഗവർണൻസിനെ ബാധിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തമിഴ്നാടുവിലും ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ മുമ്പോട്ട് പോകുന്നത്. The memorandum has slammed the governor's way of functioning, openly contradicting its Tamil Nadu government's policy in public and unduly delaying assent to the bills. അപ്പോൾ പ്രധാന കാരണമായിട്ട് ഈ പറഞ്ഞ മെമ്മോറാണ്ടം അയക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് വളരെ പബ്ലിക്കായിട്ട് ഡിനേ ചെയ്യുകയും അതുപോലെ തന്നെ ഓപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു ഗവർണർ. അത് കോൺസ്റ്റിറ്റ്യൂഷനലി ശരിയാണോ ആ പോസ്റ്റിനനുസരിച്ച്? രണ്ട്, ഈ പറഞ്ഞ പോലെ അൺഡ്യൂലി ഡിലേയിങ് ദ ബിൽസ്. അപ്പോൾ സാധാരണ ഇതിൽ ബിൽസ് ഒപ്പിടാതെ ഇപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ് ചെയ്തിരിക്കുന്ന നിയമങ്ങൾ ഒപ്പിട്ടാൽ ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ നിയമങ്ങളായിട്ട് നിലവിൽ വരുള്ളൂ. അപ്പോൾ അത് ഒപ്പിടുന്നതിലുള്ള അകാരണമായ വൈകിക്കൽ, അതൊക്കെയാണ് എന്താ പറയുക പ്രൈമറി കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇൻ ആൻ അക്കൗണ്ട് ഓഫ് 20 ബിൽസ് പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് അസംബ്ലി ആൻഡ് പെൻഡിംഗ് വിത്ത് ദ ഗവർണർ, ദ മെമ്മോറാണ്ടം എക്സ്പെക്റ്റഡ്ലി ഡെൽറ്റ് വിത്ത് മിസ്റ്റർ രവീസ് അപ്രോച്ച് ടുവേർഡ്സ് ദ തമിഴ്നാട് അഡ്മിഷൻ ടു UG മെഡിക്കൽ ഡിഗ്രി കോഴ്സ് ബിൽ 2021, ആൾസോ കാൾഡ് നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ ബില്ല് 20ഓളം ബില്ല് പെൻഡിങ് ആണ്. പക്ഷേ ഈ പറഞ്ഞ ബില്ലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. ഏത്? UG മെഡിക്കൽ ഡിഗ്രി കോഴ്സ് നീറ്റ് എന്ന് പറഞ്ഞ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിൻ്റെ എക്സെംഷൻ ബില്ല് എന്ന് പറഞ്ഞ എക്സെംഷൻ ബിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രസിഡൻറ്റിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്, എന്താ പറയുക അസെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ എന്താണ് ഈ പറഞ്ഞ ഇവരുടെ പ്രശ്നത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. ഡിലേയിങ് ദി അസെൻറ്റ് ടു ദി ബിൽ, എന്താണ്? ബില്ലുകൾ, ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ് ചെയ്ത ബില്ലുകൾ ഒപ്പിടാതിരിക്കൽ. ഇപ്പോൾ ഈ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. എന്താണ്? നീഡ്ലെസ് ആണെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ ഗവർണർ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ് പുറത്ത് വിട്ടിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെ കാര്യത്തിലാണ്? ഈ പറഞ്ഞ എന്താ പറയുക സനാതന ധർമ്മ, ദ്രാവിഡൻ ഹെറിറ്റേജ്, തമിഴ് പ്രൈഡ്, തിരുക്കുറൽ. ഇപ്പോൾ തമിഴ് ക്ലാസിക് വർക്കാണ് തിരുക്കുറൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുവൻ അതാണ് ഈ പറഞ്ഞ ബാഡ് റിമാർക്സ് അല്ലെങ്കിൽ പബ്ലിക് റിമാർക്സ് ഉണ്ടായിട്ടുണ്ട്. അതും എന്തിൽ പറഞ്ഞിട്ടുണ്ട്? അത് നീഡ്ലെസ് ആയിപ്പോയി. അതും ഈ പറഞ്ഞ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ്റ്റർ രവി, എ ഫോമർ നാഗാലാൻഡ് ഗവർണർ ഹാസ് ഏൺഡ് ദ DMK's wrath over the NEET exemption bill. In addition, he is presenting himself as a strong advocate of the 3-language formula and the national education policy has not been palatable to many parties in the state. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്ക്. ഒന്ന്, ഈ പറഞ്ഞ ഡിലേയിങ് ഓഫ് ദ അസെൻറ്റ് ഓഫ് ദ ബിൽ, ഒപ്പിടാൻ വൈകിക്കുന്നത്. രണ്ട്, ഈ പറഞ്ഞ എസ്പെഷ്യലി ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിൻ്റെ കുറിച്ചിട്ടുള്ള എക്സെംഷൻ ബിൽ പാസ്സാക്കാത്തതിന്. ഈ മൂന്നെന്ന് വെച്ചാൽ ഈ പറഞ്ഞ റിമാർക്സ്, പബ്ലിക് റിമാർക്സ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്, പ്ലസ് ഈ പറഞ്ഞ സനാതന ധർമ്മ, ദ്രാവിഡൻ ഹെറിറ്റേജ്, തമിഴ് പ്രൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, തിരുക്കുറൽ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് 3-language പോളിസീൻ്റെ ഫോമുല, അതൊക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്ന ആരാണ്? ഇതിൻ്റെയൊക്കെ സ്ട്രോങ് അഡ്വക്കേറ്റാണ് ഈ പറഞ്ഞ ഗവർണർ. ഇതൊക്കെ തമിഴ്നാട് ആസച്ച് റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പോസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗവർണർ എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റ് പാർട്ടീസിൻ്റെയും ഓപ്പോസിഷൻ നേരിടേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് ഈ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ചില പോളിസീസിനെ ഓപ്പോസ് ചെയ്യാനുള്ള അധികാരവും എല്ലാവർക്കും നൽകുന്നുണ്ടെങ്കിൽ പോലും
ഒരു എലക്റ്റഡ് ഗവൺമെൻറ്റിനെ ഇടയ്ക്കിടയ്ക്ക് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷണലി ശരിയല്ല ആ പോസ്റ്റിന് എന്ന് പറയുന്നുണ്ട്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ കറക്റ്റ്നസ് ഓർ അതർവൈസ് ഓഫ് ഹിസ് പൊസിഷൻ, ദ ഗവർണർ ഷുഡ് നോട്ട് ബി സീൻ ആസ് വൺ നീഡ്ലെസ്ലി പ്രൊവോക്കിംഗ് എ ഡ്യൂലി എലക്റ്റഡ് ഗവൺമെൻറ് ടു കൺഫ്രണ്ട് ഹിം ഓൺ വൺ ഇഷ്യൂ ഓർ ദി അതർ. അപ്പോൾ അനാവശ്യമായ പ്രൊവോക്കിംഗ് പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ സമ്മിങ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ ഓൾ ദ ടൈസ് ബിറ്റ്വീൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗവർണർ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് റെസ്റ്റ് ആൻഡ് ഫ്ലറിഷ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്, അതർവൈസ് തമിഴ്നാട് വിൽ ബി ലൂസർ അണ്ടർമൈനിങ് ഗവർണൻസ്. അപ്പോൾ എന്ത് തന്നെയായാലും എന്താണ്, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുക. കാരണം ഇത് മുന്നോട്ട് പോയാൽ മാത്രമേ സ്മൂത്ത് ആയിട്ടുള്ള ഗവർണൻസ് നടത്താൻ പറ്റൂ എന്നാണ് ഈ പറഞ്ഞ എഡിറ്റോറിയലിൻ്റെ അവസാനം പറയുന്നത്. ശരിക്കും ഈ പറഞ്ഞ ഒരുപാട് സ്റ്റേറ്റുകൾ, പഞ്ചാബിൽ, കേരളത്തിൽ, തമിഴ്നാട്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ റിസോൾവ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ നന്നായിട്ട് ഗവർണൻസ് സ്മൂത്തൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നതാണ് കാര്യം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പറയുന്നത്.